നമുക്ക് കൊഞ്ച് റോസ്റ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനുവേണ്ടി 1 കിലോ കൊഞ്ച് കഴുകി വൃത്തിയാക്കി, 2 സവാള അരിഞ്ഞത്, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, തക്കാളി, കറിവേപ്പില, കുഞ്ഞുള്ളി. കഴുകി വൃത്തിയായ കൊഞ്ചിലേക്ക് 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ കുരുമുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/2 സ്പൂൺ ഗരം മസാലപ്പൊടി, 1 നാരങ്ങയുടെ നീര്. ഇത്രയും ഇട്ടതിന് ശേഷം നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കുക. നല്ല രീതിയിൽ ഇളക്കിയതിന് ശേഷം അരമണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കുക. അരമണിക്കൂറിന് ശേഷം ഒരു പാൻ ചൂടാക്കാൻ വയ്ക്കുക. നമ്മൾ നാടൻ കറികൾ വയ്ക്കുമ്പോൾ നാടൻ വെളിച്ചെണ്ണയാണ് നല്ലത്. അതുകൊണ്ട് നാടൻ വെളിച്ചെണ്ണ ഞാൻ ഇതിലേക്ക് ഒഴിക്കുകയാണ്. ചൂടായ എണ്ണയിലേക്ക് ഓരോ കൊഞ്ചും ഇട്ട് കൊടുക്കുക. എല്ലാ കൊഞ്ചും ഇട്ടതിന് ശേഷം ഒരു 1.5 മിനിറ്റ് കഴിയുമ്പോൾ മറുവശം തിരിച്ചിട്ട് കൊടുക്കുക. ഞാനങ്ങനെ മറുവശം തിരിച്ചിട്ട് കൊടുക്കുകയാണ്. ഞാൻ മുളക് പൊടി കുറച്ചാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം ഇവിടെ കുഞ്ഞുങ്ങളുണ്ടായതുകൊണ്ട് അവർക്കധികം എരിവ് വേണ്ടാത്തതുകൊണ്ടാണ് ഞാൻ മുളക് പൊടി കുറച്ചിട്ടേക്കുന്നത്. മറുവശം വെന്തതിന് ശേഷം ഏകദേശം 1.5 മിനിറ്റ് കഴിയുമ്പോൾ അത് കോരി മാറ്റുക. നമ്മൾ നാടൻ കറികൾ വയ്ക്കുമ്പോൾ നാടൻ മൺചട്ടിയാണ് ഉപയോഗിക്കുന്നത്. മൺചട്ടി അടുപ്പിൽ വയ്ക്കുക. മൺചട്ടി ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യാനെടുത്ത എണ്ണ തന്നെയാണ് ഇതിന് ഉപയോഗിക്കുന്നത്. അത് ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. ഇതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന കുഞ്ഞുള്ളി ഇട്ട് കൊടുക്കുക. കുഞ്ഞുള്ളി ഇട്ടതിന് ശേഷം നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കുക. പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടി ശകലം ഉപ്പിടുന്നത് നല്ലതായിരിക്കും. ഉപ്പിട്ടതിന് ശേഷം നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കുക. ഉള്ളിയുടെ പച്ചമണമൊക്കെ മാറി നല്ല രീതിയിലൊന്ന് വഴണ്ട് കഴിയുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില, പച്ചമുളക് ഇത്രയിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അടി പിടിക്കാതിരിക്കാൻ വേണ്ടി ലോ ഫ്ലെയിമിൽ വെക്കുന്നതായിരിക്കും നല്ലത്. നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കുക. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി ഇട്ടതിന് ശേഷം നല്ല രീതിയിൽ വഴറ്റിയെടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണം മാറുന്നിടം വരെ വഴറ്റിയെടുക്കുക. വഴറ്റിയതിന് ശേഷം 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ കുരുമുളക് പൊടി, 1/4 സ്പൂൺ ഉലുവാപ്പൊടി ഇട്ടതിന് ശേഷം നല്ല രീതിയിൽ വഴറ്റിയെടുക്കുക. മുളക് പൊടിയുടെ പച്ചക്കുത്ത് മാറിയതിന് ശേഷം ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കൊഞ്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കൊഞ്ചിട്ടതിന് ശേഷം നമ്മൾ മസാലയുമായിട്ട് കൂട്ടി യോജിപ്പിക്കുക. നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റ് ഇതൊന്ന് അടച്ചു വയ്ക്കാം. പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് ശകലം കറിവേപ്പിലയും തൂകിയിട്ട് ഒരു 5 മിനിറ്റും കൂടെ ചെറു ചൂടിലതൊന്ന് ഒന്നുകൂടെ അതിൻ്റെ ഒന്ന് സ്വാദൊക്കെ ഒന്ന് ഇറങ്ങട്ടെ കേട്ടോ. തീ ഓഫ് ചെയ്യണം കേട്ടോ. ഒരു 5 മിനിറ്റിന് ശേഷം നമുക്കത് സെർവിങ് ഡിഷിൽ പകരാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ കൊഞ്ച് റോസ്റ്റ് റെഡിയായിരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കല്ല കേട്ടോ.